പെരുമ്പാവൂരിൽ വൻ കഞ്ചാവ് വേട്ട. 35 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. പശ്ചിമബംഗാൾ സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ഈ തുഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള പരിശോധന സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ഈ പരിശോധനയും. വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, തീർച്ചയായും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഇത്രയധികം, അതായത് ഏകദേശം 35 കിലോയോളം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. പെരുമ്പാവൂർ വാഴക്കുളത്താണ് ഇത്രയും വലിയ എമൗണ്ടിലുള്ള കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. 4 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായിട്ടുള്ള ആഷിബുൾ ഷെയ്ഖ്, ഒപ്പം സന്ദീപ് മണ്ഡൽ, സാമ്രാജ് ഷെയ്ഖ്, രാഗിബുൾ ഷെയ്ഖ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തന്നെ ജില്ലാ ഡാൻസ് ആപ്പും, ഒപ്പം പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും, ഒപ്പം പെരുമ്പാവൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഇവരുടെ കൈവശം ചെറിയ ബാഗുകളിലായി പൊതികളിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഇത് പശ്ചിമ ബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയത്ത് വാഴക്കുളത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ആ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പെരുമ്പാവൂർ ഭാഗത്ത് പലയിടങ്ങളിലും ഇത് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. പെരുമ്പാവൂർ ഭാഗത്ത് കഞ്ചാവ് വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരമായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. എന്തായാലും 10 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. ഈ ഒരു പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.